ഭർത്താവിന്റെ മർദ്ദനം സഹിക്കാൻ കഴിയാതെയാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് കോഴിക്കോട് മാറാട് ഭർത്തൃവീട്ടിൽ ജീവനൊടുക്കിയ ഷിംനയുടെ പിതാവ് 24നോട്. ഷിംന ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൈക്കലാക്കാൻ ഭർത്താവ് ശ്രമിച്ചു. മകളോട് ചെയ്തത് ക്രൂരതയെന്നും പിതാവ് രാമനാഥൻ 24നോട് പറഞ്ഞു. അപ്പോൾ അവരുടെ കിടന്നിട്ട് അവൾക്ക് നിൽക്കാൻ വയ്യായിട്ടും ചെയ്തതാണത്. അവൾ പരമാവധി ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും വിചാരിച്ച് കൊണ്ടുവന്നു. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞൊരു നമ്മളെ പെറ്റീഷൻ കൊടുക്കുക, അല്ല അച്ഛാ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് അവൾ സ്നേഹത്തിൻ്റെ ഇതുകൊണ്ട് അവളങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. മർദ്ദനമുണ്ട്. വെള്ളടിച്ചാൽ വെള്ളം നന്നാക്കി അടിക്കും. വെള്ളം ഒരു ദിവസം 2 ദിവസമാണ് വെള്ള. അവന് പണിക്കൊന്നും അങ്ങനെ പോവില്ല. നിഖിൽ പ്രമേശാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഷിംനയെ ഇയാൾ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം ഈ വീട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഷിംനയുടെ പിതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്? പ്രവിത, നമുക്ക് കേരളത്തിൽ സമീപകാലത്തുണ്ടായ ഭർത്തൃ വീടുകളിൽ ഉണ്ടായിട്ടുള്ള പീഡനങ്ങളൊന്നും തന്നെ, ഗാർഹിക പീഡനങ്ങളൊന്നും തന്നെ പാഠമാകുന്നില്ല. അതിൽ നിന്നൊന്നും ആരും പാഠം ഉൾക്കൊള്ളുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം കൂടി. 30-കാരിയായിട്ടുള്ള ഷിംന കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച രാത്രിയാണ് ഭർത്തൃ വീട്ടിൽ വെച്ച് അവർ ഫാനിൽ തൂങ്ങുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരിക്കുന്നത്. ഈ കുടുംബത്തിന് കൃത്യമായി അറിയാമായിരുന്നു, വർഷങ്ങളായി ഈ ഭർത്താവ് പ്രശാന്ത് ഷിംനയെ അതിക്രൂരമായി മർദ്ദിക്കുന്നുണ്ടെന്നും മദ്യപിച്ചെത്തിയാൽ വളരെ മോശമായി ഇവരോട് പെരുമാറുന്നുണ്ട് എന്നെല്ലാം അറിയാമായിരുന്നു. പക്ഷെ കുടുംബം നിരന്തരം ഈ ബന്ധം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുമെന്ന് ഈ മകളോട് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിനുണ്ടാകുന്ന മാനക്കേട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഷിംന, അതോടൊപ്പം തന്നെ തൻ്റെ 8 വയസ്സുള്ള മകളെ കുറിച്ച് ഓർത്തുകൂടിയാണ് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടായത്. വെള്ളിയാഴ്ച രാത്രി ഇവരുടെ വീട്ടിൽ വെച്ചൊരു തർക്കം ഉണ്ടാവുകയും ഇതേ തുടർന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വീടിനകത്ത് കയറി ഡോർ അടച്ച് അവർ മുറിക്കകത്ത് വെച്ച് തൂങ്ങി മരിക്കുകയായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് നീതി കിട്ടണം എന്നാണ് ഈ ഷിംനയുടെ പിതാവ് രാമനാഥൻ ഇപ്പോൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത് കൃത്യമായി തൻ്റെ മകളെ മരണത്തിലേക്ക് ഈ അവരുടെ ഭർത്താവ് തള്ളിവിടുകയായിരുന്നു. കാരണം നിരന്തരം ആ പെൺകുട്ടിയെ മർദ്ദിക്കുക, അവരെ ശാരീരികമായി ആക്രമിക്കുക, അവരുടെ ദേഹത്തൊക്കെ പരിക്കുണ്ടായിരുന്നു. നിരന്തര പീഡനത്തിനിരയായ ശേഷമാണ് ഷിംന ജീവനൊടുക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭർത്താവിനെതിരെ വലിയ ആരോപണമാണ് ഷിംനയുടെ കുടുംബം ഉന്നയിക്കുന്നത് എന്നാണ് നിഖിൽ പ്രമേശ് നൽകുന്ന വിവരം.